ബേബീസെ ആദ്യം ഞാൻ വലിയ ബിഗ് സോറി പറയാണ്. നമ്മുടെ ശിവാഞ്ജലിയുടെ 3-ാമത്തെ എപ്പിസോഡ് ഇട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഞാൻ നോക്കിയപ്പോൾ 11 മാസമായി. 4-ാമത്തെ എപ്പിസോഡ് ആണെങ്കിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ഞാനൊരു 10ാം ക്ലാസ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ SLC എക്സാമൊക്കെ കഴിഞ്ഞ് ബ്രേക്ക് ആയ ശേഷം വീഡിയോ ഇടാമെന്ന്. അന്ന് ഞാൻ നോക്കുമ്പോഴാണ് എൻ്റെ അമ്മ ജോലിക്ക് പോകുന്നതുകൊണ്ട് അമ്മൻ്റെ ഇട്ടിരുന്ന ഫോൺ കൊണ്ടുപോയിരുന്നു. പിന്നെ അതുകൊണ്ട് എനിക്ക് പിന്നെ ഫോൺ ഉപയോഗിക്കാനേ പറ്റിയിട്ടില്ല. ഞാൻ കുറേ പേരുടെ കമൻസൊക്കെ കണ്ടു. കുറേ പേരെന്നല്ല കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് വീഡിയോ വേണമെന്നൊക്കെ. റിക്വസ്റ്റൊക്കെ ഞാൻ കണ്ടായിരുന്നു, ഞാൻ റിപ്ലൈയും കൊടുത്തായിരുന്നു. ബട്ട് ഞാൻ പറഞ്ഞില്ല, എൻ്റെ സാഹചര്യം കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഡിറ്റർമിനേഷൻ കാരണം ഞാൻ വിചാരിച്ചു ഒരു ചെറിയ വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എത്രത്തോളം നന്നാവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കാം. ഐ ആം റിയലി സോറി. അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അന്നേരം പിന്നെ എന്നോട് ക്ഷമിക്കുമെന്ന് എനിക്കറിയാം, നമ്മുടെ ആർമീസല്ലേ. പിന്നെ ഐ ലവ് യു സോ മച്ച്. ഓക്കെ. ഹലോ, ഞാൻ നാളെ കോളേജിൽ നേരത്തെ എത്തണം. എനിക്ക് തന്നെ കൊണ്ടൊരു ആവശ്യമില്ല. എന്താണെന്ന് ഞാൻ കോളേജിൽ വന്നിട്ട് പറയാം. അപ്പോൾ താൻ നാളെ നേരത്തെ വാ. ചേട്ടൻ നാളെ രാവിലെയോ? അതോ നേരത്തെയോ? ഞാൻ വരണോ? ഞാൻ കുറച്ച് ലൈറ്റായിട്ട് വന്നാൽ പോരെ, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ പോരെ? പ്ലീസ് പ്ലീസ് പ്ലീസ്. എന്തിനാ കാര്യം? അതൊന്നും നീ പറയണ്ട. സംഭവം ഞാൻ നാളെ വന്ന് പറയാം. കുറച്ച് സീരിയസ് ആണ്, ബട്ട് നിൻ്റെ ഹെൽപ്പ് എനിക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ്. സോ രാവിലെ 8 മണി കഴിയുമ്പോഴേക്കും കോളേജിലേക്ക് ഉണ്ട്. ഞാൻ അവിടെ ഉണ്ടാവും. ബട്ട് ചേട്ടാ, ഇത്ര നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ എല്ലാ വീട്ടുകാരോട് പറയാം. അവരെന്നെ സംശയിക്കൂലേ? എന്തെങ്കിലും പറ. അത് നീ എന്തെങ്കിലും വീട്ടിൽ കൂട്ടുകാരിനെ കാണണമെന്നോ ബുക്ക് കൊടുക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോവാം. പിന്നെ എൻ്റെ ചേട്ടാന്നൊന്നും വിളിക്കണ്ട. നിൻ്റെ സെയിം പ്രായമാണ് എനിക്ക്. അപ്പം 5 വിളിച്ചാൽ മതി. എൻ്റെ നെയിമെന്ന് പറയുന്നത് അഞ്ജൻ വാസുദേവ് എന്നാണ്. ബട്ട് 5 വിളിച്ചാൽ മതി. തൻ്റെ പേരെന്താ? എനിക്ക് അറിഞ്ഞോ? അപ്പം എൻ്റെ പേരറിയാതെയാണ് ഇത്രയും സമയം സംസാരിച്ചതല്ലേ? എൻ്റെ പേര് ശിവാനി. എന്നെ ശിവാന്ന് വിളിച്ചാൽ മതി. നമ്മൾ രണ്ടുപേരും സെയിം പ്രായമാണെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പം ഞാൻ ചേട്ടാന്ന് വിളിച്ചത് അതുകൊണ്ടാണ്. സോറി. അപ്പം നാളെ വരാം. ഓക്കെ, ബൈ. എന്നാ ഓക്കെ ശിവ, അപ്പം നാളെ കാണാം. എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ആ ശിവ സാറ് ശരിക്കും ഭാര്യയുണ്ടോ? സാറ് പറയുന്നത് കേട്ടിട്ട് പിള്ളേരൊക്കെ ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. സിനിമയുടെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. എന്നാലും ജെനി ശിവസാർ തമ്മിൽ ഒരു ബോണ്ടും കാണലുമില്ല. എന്തായിരിക്കും അവർ തമ്മിൽ? ശരിക്കും മാരേജ് കഴിഞ്ഞതാണ്. ബട്ട് ആരും കമ്പനിയുള്ള ആരും ഒന്നും പറഞ്ഞില്ല. ഞാനിതിന് ഇയാളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാലും ഒരു ക്യൂരിയോസിറ്റി. പിന്നെ അയാൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവും അങ്ങനെ ചെയ്തിരുന്നു. ബട്ട് അയാളൊന്നും പറഞ്ഞിട്ടുമില്ല. പ്രതികാരം ആണെന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ദേഷ്യമില്ലാതെ തോന്നണ്ടേ? അയാളെ സഹിക്കുന്നതിനൊന്ന് സമ്മതിക്കണം. സത്യം പറഞ്ഞാൽ അയാളെക്കുറിച്ച് ചിന്തിച്ചേക്കാൻ മതി. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും നോക്കാം. അപ്പോഴാണ് നമ്മുടെ അഞ്ജുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. അപ്പോൾ നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഈസ് ദിസ് അഞ്ജലി വാസുദേവ് റൈറ്റ്? ഞാൻ ശിവനാണ്. തന്നെ ഞാൻ വിളിച്ചത് ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യം പറയാനാണ്. സാർ, എനിക്ക് മനസ്സിലായി. ശിവസാറിൻ്റെ നമ്പർ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് മനസ്സിലായി. പിന്നെ എന്താ സാർ വിളിച്ചത്? ഇയാളെക്കുറിച്ച് ഞാൻ എപ്പോൾ വിചാരിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും ഫോൺ വിളിച്ചു. എന്തൊരു ജന്മം. ഓക്കെ അഞ്ജലി, അപ്പോൾ ഞാൻ നാളെ എൻ്റെ വീട്ടിലേക്ക് വരണം. ഞാൻ ലൊക്കേഷൻ മാപ്പ് സെൻഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഒരു ബിസിനസ് ട്രിപ്പ് ഉണ്ട്. തായ്ലൻഡിലേക്കാണ്. വലിയൊരു ഡീലാണ്. നമ്മളുടെ കമ്പനിക്ക് തന്നെ പ്രോഫിറ്റ് നടക്കുന്ന ഒരു വലിയൊരു ഡീലാണ്. അപ്പോൾ താൻ്റെ PA ആയതുകൊണ്ട് താൻ എന്തായാലും വരണം. സോ താൻ്റെ പാസ്പോർട്ട് ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താൻ്റെ കൂടെ തന്നെ വരണം. അപ്പോൾ താഴെ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാസ്പോർട്ടൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറയാം. അതുമായിട്ട് താൻ്റെ വീട്ടിൽ വരണം. അപ്പോൾ ഞാൻ പറയാം എന്തൊക്കെയാണെന്ന്. ഞാൻ വാട്സപ്പ് ചെയ്യാം എന്തൊക്കെ കൊണ്ടുവരണമെന്ന് എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ താൻ എന്തായാലും വരണം. അപ്പം ഞാൻ ചോദിക്കാമല്ലോ, പാസ്പോർട്ട് എന്തായാലും കയ്യിലില്ലേ? ഉണ്ടെന്ന് വിചാരിക്കുന്നു ഇല്ലേ? പിന്നെ എൻ്റെ കൂടെ വരുന്നതിന് താല്പര്യക്കുറവൊന്നുമില്ലല്ലോ? പാസ്പോർട്ടൊക്കെ ഉണ്ട് സാർ. ഞാൻ തന്നെ വേണം. ഞാൻ ഒന്നിനും കുഴപ്പമൊന്നുമില്ലല്ലോ. സാറിന് വേറെ ആരെയും കൂട്ടിക്കൊണ്ട് പോയിക്കൂടി?
ഞാൻ തന്നെ വരണമെന്നുണ്ടോ? പിന്നെ താല്പര്യക്കുറപ്പൊന്നുമില്ല. തായ്ലാൻഡിൽ എനിക്ക് വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇനിയും തനിക്ക് താല്പര്യക്കുറവുണ്ടെങ്കിലും ഐ ഡോണ്ട് കെയർ, യു ഹാവ് ടു കം വിത്ത് മീ. കാരണം തൻ്റെ PA ആണ്. സോ എന്തായാലും താൻ തന്നെ വരണം. വേറെ ആരെയും കൂട്ടിക്കൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല. അപ്പോൾ താൻ തന്നെ വേണം. അപ്പോൾ നാളെ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ വാട്സപ്പിലേക്കുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് താൻ എൻ്റെ വീട്ടിലേക്ക് വരണം. ഞാൻ ലൊക്കേഷൻ അപ്പോൾ സെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീട്ടിലൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ട് നാളെ മോർണിംഗ് 9 o'clock എൻ്റെ വീട്ടിലെത്തണം. ഓക്കെ, അതിനുശേഷം നമുക്ക് കാണാം. ഞാനിപ്പം സെൻഡ് ചെയ്യാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. എന്നാൽ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ സാർ, അപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ ഞാൻ നാളെ വന്നേക്കാം. ബൈ. എൻ്റെ കണ്ണ, ഞാൻ എത്ര സാധനമാണ്. പാസ്പോർട്ട് ചോദിച്ച് വേഗം തന്നെ വേണം പറഞ്ഞു. എൻ്റെ സമ്മതം പോലും ചോദിച്ചിട്ടില്ല. ഇതൊരു കഷ്ടം. ഇപ്പം അമ്മേനെ പപ്പനൊക്കെ എന്നെ സമ്മതിപ്പിക്കും. ഒന്നും പറ്റുന്നില്ല കേട്ടോ. അമ്മ പാപ്പ, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെയല്ല മറ്റന്നാൾ തായ്ലാൻഡിലേക്ക് എൻ്റെ ബോസിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തായ്ലാൻഡ് റൂട്ടിൽ വരുന്നുണ്ട്. അപ്പം അതിന് ബോസിൻ്റെ കൂടെ എനിക്ക് പോകാനും. നാളത്തെ കഴിഞ്ഞു? അതും ഇത്ര പെട്ടെന്ന്? അതെന്നാ മോളെ ഇത്ര നാളെ തന്നെ പോകുന്നത്? പിന്നെ പാസ്പോർട്ട് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം മോനെന്താ പറഞ്ഞത്? എങ്ങനെയാ കാര്യങ്ങളൊക്കെ പറഞ്ഞേ? സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തായ്ലാൻഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളുടെ കമ്പനിക്കായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡീലാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ തന്നെ വേണം സാറിൻ്റെ വീട്ടിലേക്ക് വരാനാണ് പറഞ്ഞത്. അപ്പോൾ പാസ്പോർട്ട് പിന്നെ വേണ്ട കാര്യങ്ങളൊക്കെ സാർ വാട്സപ്പിൽ ഇടാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സാധനം ഞാൻ കൊണ്ട് സാറിൻ്റെ വീട്ടിൽ പോകണമെന്നാണ് പറഞ്ഞത്. അന്നേ സാറ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തെന്നാണ് പറഞ്ഞത്. സാറിൻ്റെ ഫീസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളങ്ങോട്ട് പൈസ ഒന്നും കൊടുക്കണ്ടില്ല മോളെ. ടിക്കറ്റ് ബുക്ക് ചെയ്യാനും അങ്ങനെയൊന്നും അതുകൊണ്ട് കുഴപ്പമില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല പപ്പ. സാറിന് PA ആയതുകൊണ്ട് അതിനൊക്കെ എനിക്ക് ഫ്രീ ആണ്, കുഴപ്പമില്ല. അപ്പം ഞാൻ നാളെ പോവാണേ. നിങ്ങളുടെ പെർമിഷനൊക്കെ അതിനാണ് ചോദിച്ചത്. അപ്പം നമുക്ക് കുഴപ്പമില്ല. 5 ദിവസം മോള് പോയിട്ട് വാ. തായ്ലാൻഡിലേക്ക് എൻജോയ് ചെയ്തിട്ട് വാ. പപ്പയും മമ്മിയും പിന്നെ എല്ലാവരും ഇവിടെ കുഴപ്പമില്ല, ഹാപ്പി ആയിട്ടുണ്ടാവും. മോള് പോയിട്ട് വാ. മോള് ഹാപ്പിയായി ഞങ്ങളും ഹാപ്പി. അപ്പോൾ പോയിട്ട് വാ. പിന്നെ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങളെ വിളിക്കണം. അല്ലേടാ അഞ്ച? അല്ലേ? അത് കഴിഞ്ഞിട്ട് ചേച്ചി പോയിട്ട് വാ. ഞങ്ങളെല്ലാവരും ഇവിടെ ഹാപ്പി ആയിരിക്കും. പിന്നെ പോയിട്ട് വരുമ്പോൾ കുറച്ച് യൂസ്ഫുള്ളായിട്ട് എന്തെങ്കിലും സാധനം കൊണ്ടുവന്നാൽ മതി. ഇടയ്ക്ക് ഞങ്ങളെ വിളിക്കുകയും പിന്നെ ഹാപ്പി ആയിട്ട് തായ്ലാൻഡൊക്കെ കണ്ടു വാ. എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചോണ്ട് പറ്റും. ഞാൻ എനിക്കത് വിളിക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വന്നില്ലെങ്കിലാണ് ഇങ്ങനെ ഗിഫ്റ്റ് കേട്ടിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു വൈകിട്ടേക്ക്. ഓക്കെ, എന്നാൽ ശരി. യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഞാൻ മേടിച്ചു തന്നേക്കാം എല്ലാവർക്കും. ആർക്കും എൻ്റെ സേഫ്റ്റിനെ കുറിച്ചിട്ടൊന്നും പറയാനില്ല. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് മേടിക്കാറുണ്ട്. അതൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ മോനെ. വീട്ടിൽ വീട്ടിൽ മേടിക്കാം കേട്ടോ. കേട്ടോ മോനെ. ശരിയപ്പോൾ മോനെ പോയി ഓർമ്മിക്കോ. ചേച്ചി നമുക്ക് അറിയത്തില്ല ചേച്ചിനെ കുറിച്ച്. ഞങ്ങൾ വെറുതെ പറഞ്ഞ ചേച്ചിക്ക് സേഫ്റ്റിയാണ് ഏറ്റവും മുമ്പ്. ചേച്ചി ഹെൽത്തി ആയിട്ട് സേഫായിട്ട് പോകാം. നമുക്കതാണ് വേണ്ടത്. സാധനം മേടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ചേച്ചി സേഫായിട്ട് എത്തിയാൽ മതി. ബോധിച്ച് എനിക്ക് നന്നായിട്ട് അങ്ങ് പൊതിച്ചു. വേഗം പോയി കണ്ടു എല്ലാവരും. ഓക്കെ, പപ്പ മമ്മി പിന്നെ എൻ്റെ മോനെ കാണുമ്പോൾ ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വളർന്നതാണ്. എനിക്ക് സാറിൻ്റെ വീട്ടിൽ പോകാൻ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുണ്ട്. അപ്പം അതിനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉടങ്ങിക്കോളാം. അങ്ങനെ നമ്മുടെ അഞ്ജു നമ്മുടെ ശിവൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ എന്തൊക്കെ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എൻ്റെ തന്നെ വീടാ സാറിൻ്റേത്. വീട്ടിലാണ് സാർ താമസിക്കുന്നത്. എന്തായാലും നമ്മൾ വന്ന കാര്യത്തിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ അഞ്ജു ശിവൻ്റെ വീട്ടിൽ മുമ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവൾ ഡോർബെൽ അടിച്ചു. അപ്പോൾ വന്നോർന്ന് നമ്മുടെ ശിവൻ്റെ അമ്മയാണ്. അപ്പം നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നെന്ന്. മോളെ, മോക്കെന്താ വേണ്ടത്? ആരെ കാണാനാണ് വന്നത്? മാം, ശിവസാറിൻ്റെ PA ആണ് അഞ്ജലി. അപ്പോൾ സാറിനെ തായ്ലാൻഡിൽ പോകാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്നേരം അപ്പം അതിന് വേണ്ടിയിട്ട് വീട്ടിൽ വരാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഓ, അവൻ്റെ PA ആണോ? ആ കയറി വാ മോളെ.
ഇത്ര ഫോമലൊന്നും ആവണ്ട. എന്നെ ആൻറ്റിന്ന് വിളിച്ചാൽ മതി. മാമിനൊന്നും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. അപ്പം ഞാൻ ശിവനെ വിളിക്കാം. കണ്ണാ, മോനെ കണ്ണാ, ഇതെന്നെ പിയെ വന്നേക്കുന്നു. അഞ്ജലി വാ ഇങ്ങോട്ടിട്ട്. ആ അമ്മ ഞാൻ വരുന്നു, അവളോട് ഇവിടെ ഇരിക്കാൻ പറ. ആ കണ്ണാ, മോളിവിടെ ഇരിക്കുക. എന്തൊക്കെയുണ്ട് പരിപാടിയൊക്കെ? തായ്ലാൻഡിൽ പോകണതുകൊണ്ടായിരിക്കില്ല വന്നേക്കുന്നത്. പാസ്പോർട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? കുടിക്കാൻ എന്തെങ്കിലും വേണോ? ഞാൻ ചായ എടുക്കാം. അതൊന്നും വേണ്ട ആൻറ്റി, ഞാൻ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സാറ് വന്നിട്ടുണ്ടെങ്കിൽ ചിക്കൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പോകുമായിരുന്നു. ഹേയ്, അതൊന്നും പറ്റത്തില്ല. എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു ഗ്ലാസ് ചായ പോലും കുടിച്ചില്ലെങ്കിൽ എനിക്ക് സങ്കടവും. ഞാൻ എന്തായാലും ചായ എടുത്തിട്ടുണ്ട്. മോളെ കുടിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പം കണ്ണൻ വരും. എന്നാ ഓക്കെ ആൻറ്റി, ആദ്യം ഇഷ്ടം. ഹായ് അഞ്ജലി, ഗുഡ് മോർണിംഗ്. ഇപ്പം ഞാൻ പറഞ്ഞ പേപ്പേഴ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ, നമുക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. ഗുഡ് മോർണിംഗ് സർ. ഞാൻ സാറ് പറഞ്ഞിട്ടുള്ള പേപ്പേഴ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പാസ്പോർട്ടും അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സാർ? വേറെ എന്തെങ്കിലും ഇതുണ്ടോ? എനിക്ക് വീട്ടിൽ പോകായിരുന്നു. നമുക്ക് നാളെ കൊണ്ടുവന്ന കുറച്ച് ഫയൽസ് കംപ്ലീറ്റ് ചെയ്യും. 3-4 ഫയൽസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ താൻ തന്നെ കംപ്ലീറ്റ് ചെയ്യണം. അന്നേരം നാളെ നമുക്കറിയാം മോർണിംഗ് ഫ്ലൈറ്റ് ആണ്. അന്നേരം നമ്മളടുത്ത് നേരത്തെ വേഗം കംപ്ലീറ്റ് ചെയ്താലേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ താനത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് പോയാൽ മതി. ഈ ഫയലെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് താൻ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യും. എന്നിട്ട് ഞാൻ നാളെ ടൈമും ഡീറ്റെയിൽസും ഒക്കെ പറയാം. താൻ നാളെ എൻ്റെ വീട്ടിൽ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഇവിടുന്ന് പോകാം. പിക്ക് ചെയ്ത് നമുക്ക് ഒരുമിച്ച് എയർപോർട്ടിലേക്ക് പോകാം. അപ്പോൾ അതാണ് എനിക്ക് ഇപ്പോഴത്തെ പ്ലാൻ. ഓക്കെ സാർ, സാറ് പറഞ്ഞ പോലെ ചെയ്യും. അപ്പോൾ ഫയലൊന്നും തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നാൽ പിന്നെ എൻ്റെ റൂമിൽ നിന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. താമ്പാ എടാ കണ്ണ, അവിടെ നിൽക്കുക. നോക്കി ചായയും കൂടെ കൊടുക്കണ്ടേ? എന്തായാലും ഒരു കുറേ സമയം വർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു എനർജിക്കായിട്ട് ഇത് ഇരിക്കട്ടെ. മോളിത് കുടിച്ചോ, എന്നിട്ട് പോയാൽ മതി. ഓക്കെ ആൻറ്റി, എന്നാൽ പിന്നെ ഞാനിത് കുടിച്ചിട്ട് പോയിക്കോളാം. അമ്മേനെ പറഞ്ഞേ, അമ്മയ്ക്ക് ഒരാളെ കാണണം. ഇവളാ അല്ല, അവളാണ് ഈ ഇവള്. ഏതവളാണ് നീ ഉദ്ദേശിച്ചത്? എൻ്റെ തലയിൽ കല്ലെറിഞ്ഞ് തല പൊട്ടിച്ചില്ലേ, അവളാണ് ഈ ഇവള്. ഓ, അവളാണല്ലേ ഇവള്. ഞാൻ കാണണമെന്ന് വിചാരിച്ച ഒരാളാണ്. എന്താ നേരിട്ട് കാണാൻ പറ്റി. ഓ സോറി ആൻറ്റി, സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചൊന്നുമില്ല. അറിഞ്ഞുകൊണ്ടൊന്നുമല്ല, അറിയാണ്ടായിപ്പോയതാ. സോറി ആൻറ്റി, ഞാൻ സാറൊന്നും വിചാരിച്ചിട്ടല്ല അത് ചെയ്തത്. അയ്യേ, മോള് വിഷമിക്കൊന്നും വേണ്ട. ഞാനും ഇവൻ്റെ അനിയത്തി ശിവാനിയും കൂടെ മോളെ കാണണമെന്ന് വിചാരിച്ചതാണ്. കാരണം എന്താണെന്നറിയോ? തന്നെ കൺഗ്രാറ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് തന്നെ. അതെന്തിനാ ആൻറ്റി അങ്ങനെ എന്നെ കൺഗ്രാറ്റ്സ് ചെയ്യുന്നത്? ഇവനെ ഒട്ടും ഭയമില്ലാതെ പേടിപ്പിക്കുകയും പിന്നെ കല്ലെടുത്ത് എറിയുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വ്യക്തി ഞങ്ങൾ കണ്ടതിൽ ഏറ്റവും വ്യക്തിയല്ല താനാ. അപ്പം ഞാനും ശിവാനി മോളും തന്നെ കൺഗ്രാറ്റ്സ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാണ്. പിന്നെ തന്നെക്കുറിച്ചൊരു അറിവില്ലാത്തതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം തന്നെ കണ്ടതുകൊണ്ട് ഭയങ്കര സന്തോഷം മോളെ, കൺഗ്രാജുലേഷൻ. ഇപ്പം ശിവാനി മോള് കോളേജിൽ പോയേക്കും. അല്ലെങ്കിൽ തനിക്ക് വന്നിട്ട് ഓടി വന്നിട്ട് മോക്കൊരു ഉമ്മ വന്നിട്ട് പോയേനെ. അവളങ്ങനെ പറഞ്ഞിട്ട് പോയത്, തന്നെ കാണുവാണെങ്കിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അവളുടെ ചേട്ടനെ ഒതുക്കാൻ പറ്റിയൊരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അവൾ എന്തൊക്കെ ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പം എന്തായാലും മോള് അവനവിടെ പണി ചെയ്യും. അതെന്തായാലും കോമഡി ആയി പോയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയെ വന്നത്. എൻ്റെ മതി അമ്മ, അവളുടെ ഉമ്മയിൽ എന്നെ കളിയാക്കി നമുക്ക് മതിയായില്ലേ. ഞങ്ങൾ രണ്ടും വർക്ക് ചെയ്യട്ടെ, എന്നിട്ട് വേണം അവൾക്ക് വീട്ടിൽ പോയിട്ട് പാക്ക് ചെയ്യാം. വാ അഞ്ജലി, വാ പോവാം. അപ്പം നമ്മുടെ ശിവയും അഞ്ജലിയും അങ്ങനെ അവരുടെ അല്ല കേട്ടോ, നമ്മുടെ ശിവൻ്റെ റൂമിലേക്ക് പോയി. അഞ്ജലിയുടെ കൈയൊക്കെ പിടിച്ചിട്ടാണ് ശിവൻ പോണേ. സ്റ്റെപ്പ് കയറുന്ന വഴിയിലെ കൈ പെട്ടെന്ന് വിടുകയൊക്കെ ചെയ്ത് കേട്ടോ. അതിനുശേഷം ഉള്ള വർക്കൊക്കെ വേഗം ചെയ്ത് തീർത്ത് അവരെല്ലാവരും വീട്ടിലേക്ക് പോയെന്നല്ല, അവൾ വീട്ടിലേക്ക് അങ്ങ് പോയിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം മോർണിംഗ് ആയി. അഞ്ജലി ശിവൻ്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് അവിടെ നിന്നാണ് അവർ ഒരുമിച്ച് പോണത്. എന്നാ പിന്നെ അഞ്ജലി നമുക്കങ്ങ് പോയാലോ? അമ്മ ഞങ്ങൾ പോവുകയാണേ, അവിടെ ചെന്നിട്ട് വിളിക്കാം. ഓക്കെ ബൈ. ആടാ കണ്ണ, നീയും അഞ്ജലിനെ സൂക്ഷിച്ചോണം കേട്ടോ. എൻ്റെ മര്യാദയ്ക്ക് അവളെ തിരിച്ചെത്തിച്ചോണം.
പിന്നെ എന്നെ ഞാൻ വിളിക്കാം. അഞ്ച് വിളിക്കണേ. ഓക്കെ ഇനി ഞങ്ങൾ സേഫായിട്ട് പോയിട്ട് വന്നിട്ട് ഞാൻ വിളിക്കാം കേട്ടോ. എന്നാൽ പിന്നെ ശരി, ഞങ്ങൾ പോവുകയാണേ. അങ്ങനെ അവർ എയർപോർട്ടിലേക്ക് യാത്ര ആയിട്ടുണ്ട് ഗായ്സ്. രണ്ടുപേരും അങ്ങനെ പോയി എല്ലാം പാക്കൊക്കെ ചെയ്ത് സെറ്റായിട്ട് അങ്ങനെ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ബാക്കി അവിടെ ചെന്നിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാം. അഞ്ജലി, ഇത് തന്നെ ഫസ്റ്റ് ടൈം അല്ലേ? പേടിയുണ്ടോ? സാർ, ചെറിയൊരു പേടി ഇല്ലാതില്ല. ആണോ? എന്നാ പിന്നെ എൻ്റെ കൈ മുറുക്കെ പിടിച്ചിരുന്നോ, എനിക്കത് കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, നമ്മളുടെ ഇവർ തായ്ലാൻഡിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ, പോവുകയാണ്. എൻ്റെ ആർമീസായി ഞാൻ വീണ്ടും സോറി പറയുകയാണ്. ഞാൻ അടുത്ത ആഴ്ച വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി റെഗുലർ ആവാൻ ശ്രമിക്കാം ഒക്കെ ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ലീവൊക്കെ ഉണ്ടെങ്കിലും അമ്മയുടെ ഫോണ് കിട്ടത്തില്ല. പിന്നെ അമ്മയുടെ ഫോണാണെങ്കിൽ അമ്മ ജോലിക്ക് പോകുമ്പോൾ ഫോൺ കൊണ്ടുപോകും. പിന്നെ ആ ഫോണേ കിട്ടത്തില്ല. പിന്നെ പപ്പയുടെ ഫോൺ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കാറുമില്ല. അപ്പോൾ പിന്നെ കിട്ടുന്ന സമയം ഞാൻ ഈ റെക്കോർഡൊക്കെ ചെയ്യുന്നത് എങ്ങനെയൊക്കെയോ ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത നെക്സ്റ്റ് വീക്ക് കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. സോറി ആർമീസ്, ലാഗ് അടുപ്പിച്ചില്ല, എന്നോട് ക്ഷമിക്കുക. പക്ഷേ ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരിക്കലും ഒരു സമാധാനം കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ എന്തായാലും ബൈ, സാരാങ്ങി, ഐ ലവ് യു ഓൾ സോ മച്ച്. പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് ഈ സീരീസ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. നമുക്ക് ലൈക്കും കുറവാണ്, സബ്സ്ക്രൈബേഴ്സും കുറവാണ്, കമൻറ്റാണ് അതിനേക്കാളും കുറവാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യണം. ഞാൻ കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ഒന്നുകൂടെ സോറി, ഇതൊക്കെ ചെയ്യണം. എന്നാൽ ബൈ.